ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷ്യൻ. എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് ആയിട്ട് വരുന്നത്, സംശയമായിട്ട് പലരും ചോദിക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് പരസ്യം വരുന്നത് നമുക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്റെ നെയ്ബേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ചോദിക്കുന്നത്, നമുക്ക് ഫോണിൽ വരുന്ന പരസ്യങ്ങൾ കുറയ്ക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ഞാൻ ഇതിന് മുൻപ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമുക്ക് പല രീതിയിൽ നമുക്ക് പരസ്യങ്ങൾ കുറയ്ക്കുന്നതിനാണ്. അതിലുള്ള നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ തന്നെ അതിൽ പെർമിഷൻ കൊടുക്കുന്നുണ്ട്, നമ്മൾ അതിലേക്ക് പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ പലതരം പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് പലതരം നമ്മൾ വെബ്സൈറ്റിൽ കയറുന്നുണ്ട്, പലതരം ആപ്പുകളിൽ കയറുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ തന്നെ കൊടുക്കുന്ന ചെറിയ പെർമിഷൻസ് ഉണ്ട്. ആ പെർമിഷൻസിനനുസരിച്ചിട്ടാണ് നമുക്ക് കാര്യങ്ങൾ വരുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ കാര്യങ്ങൾ വരും. ഇങ്ങനത്തെ പല പല രീതിയിൽ പരസ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ഫോണിൽ ഒന്ന് ഓൺ ആണോ അല്ലെങ്കിൽ ഓഫ് ആണോ എന്ന് നോക്കി നോക്കുക. ഓൺ ആണെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ഓഫ് ചെയ്തിട്ടാ. പക്ഷെ ചില സമയത്ത് അത് ഓട്ടോമാറ്റിക്കലായിട്ട് അത് ഓൺ ആവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് പരസ്യങ്ങൾ, നിങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പല പരസ്യങ്ങൾ, പിന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ ലൈവായിട്ട് കാണിച്ചുതരാം. നമ്മൾ മൊബൈലിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ നമുക്കത് വളരെയധികം വെർത്ത്ഫുൾ ആണത്. ഏറ്റവും താഴെ കാണുന്ന ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നില്ലേ? ആ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതേപോലെയാണ് നമുക്കൊരു ഇന്റർഫേസിലേക്ക് മാറി വരുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ താഴെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എന്റെ ചാനലുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് കയറി കാണാം. ഇവിടെ നമുക്ക് ഇമെയിൽ ഐ ഡിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഏരോ മാർക്ക് കാണുന്നുണ്ട് അല്ലേ? ഇവിടെ ഓൾ സർവീസ് കാണുന്നുണ്ട്, റെക്കമെൻഡഡ് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഏതാണോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പരസ്യങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് ആ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും ഇമെയിൽ ഐ ഡികൾ നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ടുള്ള മെയിൽ ഐ ഡിന്റെ താഴെ നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? ആ ഗൂഗിൾ അക്കൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഏറ്റവും മേലുള്ള ആ ഗൂഗിൾ അക്കൗണ്ടിൽ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലുള്ള ഇന്റർഫേസിലേക്ക് അത് മാറി വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇമെയിൽ ഐ ഡി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഹോം കാണിക്കുന്നുണ്ട്, അതിന്റെ തൊട്ടടുത്ത് പേഴ്സണൽ ഇൻഫോ കാണിക്കുന്നുണ്ട്, ഡാറ്റ ആൻഡ് പ്രൈവസി കാണിക്കുന്നുണ്ട്, അതിനടുത്ത് സെക്യൂരിറ്റി, ഇങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇതിൽ വേണ്ടത് നമ്മുടെ ഫോണിലേക്ക് പരസ്യങ്ങൾ വരുന്ന പരമാവധി തടയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഡാറ്റ ആൻഡ് പ്രൈവസിയാണ്. ഇവിടെ നമുക്ക് ഡാറ്റക്ക് പ്രൈവസി കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എനേബിളും ഡിസേബിളും ചെയ്യുന്നത്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. പലരും ഫോണിൽ ഇത് ഓൺ ഉള്ളത് ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഓഫ് ഉള്ളത് ഓൺ ആയിരിക്കും. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് മൈ ആഡ് സെന്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നത്. അവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഗൂഗിളിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നുണ്ട്, വാട്സപ്പിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പല കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ ഇതിനനുസരിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആഡുകൾ ഇത് വഴിയാണ് വരുന്നത്. ഇവിടെ നമ്മൾ പേഴ്സണലൈസ്ഡ് ആഡ്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള പരസ്യങ്ങളൊന്നും നമുക്ക് വരില്ല എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? താഴെയുള്ള ആ ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ലേ, ആ ടേൺ ഓഫിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആ ടേൺ ഓഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആഡ്സുകൾ, നമുക്ക് വേണ്ട പരസ്യങ്ങൾ, അതായത് നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്തിട്ട് വരുന്ന പരസ്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഏതെങ്കിലും ലൊക്കേഷനിൽ പോയിട്ട് അതിന് ബേസ് ചെയ്തുകൊണ്ടുള്ള നമുക്ക് പരസ്യങ്ങൾ വരാറുണ്ട്. ഇപ്പൊ നമ്മളൊരു ഫ്രിഡ്ജിനെ പറ്റി നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു ഫ്രണ്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള പരസ്യങ്ങൾ വരാറുണ്ട്. യൂട്യൂബിൽ നമ്മൾ പല വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ നമ്മളൊരു ഹെയർ ഓയിലിന്റെ വീഡിയോയിൽ കണ്ടാൽ അത് കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ തടയാൻ ഇതുവഴി സാധിക്കും. എല്ലാവരും ഒന്ന് ചെയ്തു.